ഉന്നതതല യോഗം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇതുവരെയും സാക്ഷാത്കരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആറാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്താണ്. ഈ ആറാമത്തെ 6, 5, 4 ഈ പ്ലാറ്റ്ഫോമുകളിൽ വെള്ളം മാറ്റി അതിൽ കൂടെ കടന്ന് ഹൈ പ്രഷറിൽ അടിച്ച് മാലിന്യം കൊണ്ട് മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യം വെച്ചാൽ കൊച്ചിയിൽ നിന്ന് നേവി ടീം തിരിച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറിനകം നേവി ടീം എത്തും. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയാണ്. സംഭവം നടന്ന ആ സമയം മുതൽ ജില്ലാ കളക്ടർ, മേയർ, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മാധ്യമങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നേവിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നേവി ടീമും കൂടെ എത്തിയ ശേഷം ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാലാവസ്ഥ നോക്കിയിട്ടേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ട്രെയിനിൻ്റെ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഒരു അതെ ട്രെയിൻ ലൈനും നിരന്തരമായി എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ വന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, അവരിപ്പോൾ സഹകരിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ പിന്നെ ആലോചിക്കാമെന്ന് വെച്ച് എന്തായാലും ഇന്ന് രാവിലത്തെ ഉന്നതതല യോഗം കൂടിയതിന് ശേഷം അവരുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ജില്ലാ കളക്ടർ സംഭവം ഉണ്ടായ ആ സമയം മുതൽ പൂർണ്ണമായി ഇവിടെ തന്നെ ഉണ്ട്. മേയറുണ്ട്, കോർപ്പറേഷൻ അധികാരികളുണ്ട്. നമ്മുടെ ഫയർഫോഴ്സുകാർ വളരെ ആത്മാർത്ഥമായിട്ട് എന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫീസ് തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 2-3 ജില്ലയിൽ നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കൊച്ചിയിൽ നിന്ന് 3 മണിക്കൂറിന് അവിടെ എത്തിച്ചേരുമെന്നാണ് കിട്ടിയിട്ട് നേവി ടീം എത്തിച്ചേരുമെന്നുള്ളതാണ്. നോക്കുന്നോ അപ്പുറത്താണോ തമ്മാൻ്റെ ഇത് ആ സാധ്യത ഇപ്പോൾ ആരായുന്നുണ്ട്. അത് അതിനനുസരിച്ച് പരിശോധന ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ തുരങ്കത്തിന് ഇപ്പുറത്തിന് ശേഷം പോയോ എന്നൊരു സംശയമുണ്ട്. ആ കാര്യം പരിശോധിക്കാമെന്നുകൊണ്ടിരിക്കുകയാണ്. നേവിയും കൂടെ വന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്നുള്ള ഇതിലേക്ക്